വിട്ടകലുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ മക്കൾ വളരെയധികം മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് എല്ലാറ്റിലും സ്തോത്രം ചെയ്യണം. എല്ലാത്തിലും കഷ്ടത വന്നാലും രോഗം വന്നാലും ഒരു വ്യക്തി നമ്മെ അപമാനിച്ചാലും നമ്മെ പഴിച്ചാലും നമുക്ക് അനുഗ്രഹം വന്നാലും സന്തോഷം വന്നാലും സമാധാനം വന്നാലും സങ്കടം വന്നാലും എല്ലാത്തിലും നാം സ്തോത്രം ചെയ്യണം. ഇത് ദൈവത്തിന് ഇഷ്ടമാണ്. അടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് 2-3 ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നു. ഒന്നാമത് ഇവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ആത്മാവിനെ കെടുക്കരുത്. വളരെയധികം മനസ്സിലാക്കണം. ആത്മാവിനെ കെടുക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിലേക്ക് തരുന്നത് വിശുദ്ധിയോടെ ജീവിക്കുവാനാണ്, ശുദ്ധീകരണത്തോടു കൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ്. ആ ആത്മാവിനെ നമ്മൾ കെടുക്കരുത്. രണ്ടാമത് പറയുന്നു, പ്രവചനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഈ ഒരു ഭാഗം ശോധന ചെയ്ത്, എല്ലാത്തിലെയും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം എന്ന ഈ ഭാഗം പലരും സംശയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കൾ വളരെയധികം മനസ്സിലാക്കണം. അത് ഒരു വ്യക്തി ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാലും, ഒരു മെഡിസിനെ കുറിച്ച് പറഞ്ഞാലും, ഒരു സാമ്പത്തിക ഇടപാടലിനെ കുറിച്ച് പറഞ്ഞാലും, ഭൗതികമാകുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞാലും, വിവാഹ ആലോചനയെ കുറിച്ച് പറഞ്ഞാലും, അതിനെ ശോധന ചെയ്യുവാൻ, അതിനെ നല്ലതാണോ എന്ന് അന്വേഷിക്കുവാൻ നാം തയ്യാറാകണമെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പലരും ഇന്നാളുകളിൽ ശോധന ചെയ്യാറില്ല. പലരും ഇന്നാളുകളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ദൈവം തന്നതല്ലേ, ഇങ്ങനെ കാരണത്തിൽ വന്നതല്ലേ, അത് ദൈവം തന്നതാണ്, ദൈവം തോന്നിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്ന പല വ്യക്തികളും ഉണ്ട്. പല വ്യക്തികളുടെ ജീവിതത്തിൽ വിവാഹം നടന്നു പിന്നീട് വളരെ കണ്ണുനീർ അനുഭവിക്കുന്ന പല വ്യക്തികളെയും എൻ്റെ മിനിസ്ട്രി ലെവലുകളിൽ എനിക്കറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ചു പോകുകയാണ്. വചനം പറയുന്നത് ശോധന ചെയ്യണം, ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നല്ലതിനെ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ നമ്മൾ